നമസ്കാരം. ആദ്യമായി എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം എന്നാണ്. കാരണം കേരളം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഞാനിതിൽ പറഞ്ഞിരിക്കുന്നത്. സംഭവത്തിൻ്റെ വാസ്തവം അറിയുന്നവരും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണിത്. കാണുക. SFIക്കാർ പെൺകുട്ടികളെ ഇയാൾ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ SFIക്കാർ പെൺകുട്ടികളെ ഇവിടെ ഇരുത്തുക. ഇയാളെ SFIക്കാർ ഇവിടെ ഇരുത്തുക, പാർട്ടിക്കാർ ഇവിടെ ഇരുത്തുക, DYFIക്കാർ ഇരുത്തുക. ഏത് പെൺകുട്ടികളാണെങ്കിലും ഏത് പെൺകുട്ടികളായിക്കോട്ടെ അയാൾക്കെതിരെ കേസെടുക്കൂലേ? നോൺ ബെയിലബിൾ ഒഫൻസ് അല്ല. ഞാനിപ്പോ ആദ്യമായിട്ട് വരികയാണ് തിരുവനന്തപുരത്ത്. ജനങ്ങളെ കബളിപ്പിക്കാനാണ് ഈ വെയിലും മഴയും കൊണ്ട് ഞാൻ ചോദിച്ചോട്ടെ സാർ, വെയിലും മഴയും കൊണ്ട് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കാര്യം പറയാം. താങ്കൾ ഒരു അഡ്വക്കേറ്റ് ആണെന്ന് താങ്കൾ പറയുന്നു. താങ്കൾ പറയുന്നു. അപ്പോൾ താങ്കൾ കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നത്. പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിച്ചുകൊണ്ടാണ് ഈ ഫുട്പാത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ല. ഇവിടെ മൂന്നും നാലും പേർക്ക് താങ്കൾ ഒരു അഡ്വക്കേറ്റ് ആണെങ്കിൽ താങ്കൾക്ക് അറിയാൻ കഴിയും. ഈ പോലീസുകാരുടെ മുമ്പിലാണ്, ഈ പോലീസുകാരുടെ മുമ്പ് കൂടിയാണല്ലോ ഈ പിന്നെ ഇയാൾ ഇത് ലംഘിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റട്ടെ. നേതാക്കന്മാരും കേന്ദ്രത്തിന്റെ മുന്നിൽ വന്നല്ലേ ഒരാൾക്ക് പ്രതിഷേധിക്കാൻ പറ്റൂ. അത് ഇവിടെ ഒരുപാട് പേര് ഇവിടെ സമരം ഇരുന്നിട്ടുണ്ട്. റോഡ് കയ്യേറി നിസ്കരിക്കുന്നതിന് നിങ്ങൾക്ക് അല്ല പല സ്ഥലത്തും ഉണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ റോഡ് കയ്യേറി ഇവിടെ ഉത്സവം നടത്തുന്നില്ലേ? ക്രിസ്ത്യാനികൾ നടത്തുന്നില്ലേ? ജെന്യുവനായിട്ട് ഇയാൾക്ക് അറിയാം. നിങ്ങൾ പറയുന്നത് നിങ്ങളൊരു അഡ്വക്കേറ്റ് ആണ്. താങ്കൾ നിങ്ങൾ കാര്യം അറിയാതെ സംസാരിക്കുന്നത്. താങ്കൾ ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ. CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇദ്ദേഹം ഇവിടെ സമരം ഇരുന്നത്. ആണോ? ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അല്ല സർ, അതാണ് എല്ലാവർക്കും അറിയാം. നിങ്ങളും അല്ല. എന്നാലും അയാൾ അങ്ങനെ അടിച്ചാക്ഷേപിച്ച രീതിയിൽ എന്ത് അടച്ചാക്ഷേപിച്ച സാർ? സാർ ഇവിടെ പറയുന്നു സാർ തിരുവനന്തപുരത്ത് ആദ്യമായി കണ്ടിട്ട് അല്ലല്ല, ഞാൻ തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് വന്നത് താങ്കൾ പറയുന്നു. ഞങ്ങൾ തിരുവനന്തപുരത്ത് ജീവിക്കുന്നതും അതുകൊണ്ട് വലിയ കാണുന്നതുമാണ്. അപ്പൊ അതുകൊണ്ട് കാര്യം അറിഞ്ഞിട്ട് സംസാരിക്കണം. ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ കാര്യം അറിഞ്ഞിട്ട് വേണം താങ്കൾ ഇടപെടാൻ. അപ്പൊ ചാനല് നിങ്ങളുടെ വ്യൂ അനുസരിച്ചുള്ള ആൻസർ അയാളോട് കിട്ടണം അല്ലേ? ഞങ്ങളെ വ്യൂ അനുസരിച്ച്, പക്ഷേ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഏതൊരു സംഭവം ഉണ്ടായാലും അതിനൊരു മറുവശം കൂടിയുണ്ടാകും. വാർത്തകളെ സത്യസന്ധമായി സമീപിക്കാതെ ഭൂരിപക്ഷത്തിന് എന്താണോ വേണ്ടത് അത്തരത്തിൽ വാർത്തകളെ വളച്ചൊടിക്കുന്നതും മറഞ്ഞിരിക്കുന്ന മറുവശത്തെ പുറത്തു കൊണ്ടുവരാതിരിക്കുന്നതും ശരിയല്ല. ഇത്തരത്തിലൊരു വാർത്തയാണിത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ വർഷങ്ങളായി സമരം നടത്തുന്ന ശ്രീജിത്തിനെ നമ്മളെല്ലാവരും അറിയും. 2014 മെയ് 19 പാറശാല പോലീസിൻ്റെ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട തൻ്റെ സഹോദരൻ ശ്രീജീവിൻ്റെ മരണത്തിൻ്റെ അന്വേഷണം CBIക്ക് വിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് 2015 മെയ് 22 നെയ്യാറ്റിൻകര കുളത്തൂർ വെങ്കടമ്പ് പുതുവൽ പുത്തൻ വീട്ടിൽ ശ്രീജിത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടങ്ങിയത്. നീ എന്നെ ഇവിടെ അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുന്ന എന്തിനാ? എടാ, നീ ഇങ്ങനെയുള്ള ആള് കൂട്ടിക്കൊടുപ്പ് പരിപാടി ദ്രോഹിക്കാൻ വേണ്ടി എന്നാൽ കൊടിവെച്ച കാറിൽ പായുന്ന മന്ത്രിമാരോ നേതാക്കളോ ശ്രീജിത്തിനെ കണ്ടതായി നടിച്ചില്ല. എന്നാൽ 2018 ഒരു സോഷ്യൽ മീഡിയ കൂട്ടായ്മ ശ്രീജിത്തിൻ്റെ സഹായത്തിനെത്തി. കേരളത്തിൽ നിന്ന് അങ്ങോളം ഇങ്ങോളമായി സോഷ്യൽ മീഡിയ കൂട്ടായ്മയുടെ ആഹ്വാനമനുസരിച്ച് നിരവധി പേർ ശ്രീജിത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തി. BBC അടക്കമുള്ള മാധ്യമങ്ങൾ ശ്രീജിത്തിനോടൊപ്പം നിന്നു. നടൻ പൃഥ്വിരാജ് ഫേസ്ബുക്കിൽ കുറിപ്പിടുകയും ടൊവിനോ തോമസ് സമരപ്പന്തലിൽ എത്തുകയും ചെയ്തത് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയവർക്ക് ആവേശമായി. രമേശ് ചെന്നിത്തല, യുവമോർച്ച നേതാവ് പ്രകാശ് ബാബു, AA റഹീം, IP ബിനു, I സാജു എന്നിവരും പിന്തുണയുമായെത്തി.
ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ബന്ധുവായ പെൺകുട്ടിയുമായുള്ള പ്രണയത്തിന്റെ പേരിൽ കസ്റ്റഡിയിലെടുക്കപ്പെട്ട ശ്രീജീവ പാറശാല പോലീസ് ലോക്കപ്പിൽ ക്രൂരമർദ്ദനത്തിന് ഇരയായി കൊല്ലപ്പെട്ടു എന്നാണ് ആരോപണം. എന്നാൽ മൊബൈൽ ഫോൺ മോഷ്ടിച്ച കേസിൽ കസ്റ്റഡിയിലെടുത്ത ശ്രീജീവ കയ്യിൽ കരുതിയിരുന്ന വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഓരോ കൊല്ലവും നിരവധി കസ്റ്റഡി മരണങ്ങൾ നടക്കുന്ന കേരളത്തിൽ പോലീസ് ലോക്കപ്പിൽ പ്രതി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് വെറും ന്യായീകരണമായിരിക്കാം. അനുജന്റെ മരണം ആത്മഹത്യയാക്കി മാറ്റിയതോടെയാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീജിത്ത് സമരം ആരംഭിച്ചത്. പാറശാല പോലീസ് രജിസ്റ്റർ ചെയ്ത ഈ കേസിന്റെ അന്വേഷണം CBI ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് 2017 സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ സമീപിച്ചിരുന്നുവെങ്കിലും ഇതൊരു അപൂർവ സംഭവമല്ലെന്ന കാരണം പറഞ്ഞ് കേസന്വേഷണം ഏറ്റെടുക്കാൻ CBI വിസമ്മതിച്ചു. ശ്രീജീവിൻ്റേത് കസ്റ്റഡി മരണം തന്നെയാണെന്ന് അന്നത്തെ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് നാരായണക്കുറുപ്പ് കണ്ടെത്തിയിരുന്നു. പിന്നീട് ശ്രീജിത്തിൻ്റെ അമ്മ രമണി പ്രമീളയും സമൂഹ മാധ്യമ കൂട്ടായ്മ പ്രവർത്തകരും മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട തങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നതിനെതിരെ കുറ്റാരോപിതരായ പോലീസുകാർ ഹൈക്കോടതിയിൽ നിന്ന് സമ്പാദിച്ച സ്റ്റേ ഒഴിവാക്കണമെന്നും ഉടനടി നടപടിയെടുക്കണമെന്നും അഭ്യർത്ഥിച്ചു. എന്നാൽ ഹൈക്കോടതിയുടെ സ്റ്റേ നിലനിൽക്കുന്നതിനാൽ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല എന്ന കാര്യം മുഖ്യമന്ത്രി ബോധ്യപ്പെടുത്തി. 2018 ജനുവരിയിൽ കേസന്വേഷണം CBI ഏറ്റെടുത്തു. ശ്രീജിത്തിൻ്റെയും അമ്മയുടെയും മൊഴികൾ CBIയുടെ തിരുവനന്തപുരം യൂണിറ്റ് രേഖപ്പെടുത്തി. ഇതോടെ 783 ദിവസത്തെ സമരം അവസാനിപ്പിച്ച ശ്രീജിത്ത് CBI അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്നും ഇനി സമരവുമായി മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ലെന്നും പറഞ്ഞ വീട്ടിലേക്ക് മടങ്ങി. ഇനിയാണ് നമുക്ക് ന്യായീകരിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുള്ളത്. സമരം അവസാനിപ്പിച്ചു പോയ ശ്രീജിത്ത് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും മടങ്ങിയെത്തി. ഇപ്പോൾ തൻ്റെ ആവശ്യം എന്താണെന്ന് പോലുമുള്ള വ്യക്തമായ ധാരണ ശ്രീജിത്തിനില്ല എന്നാണ് മനസ്സിലാകുന്നത്. ശ്രീജീവിൻ്റെ മരണത്തിനു നഷ്ടപരിഹാരമായി 10 ലക്ഷം രൂപ സർക്കാർ കുടുംബത്തിന് നൽകിയിരുന്നു. സമരത്തിന് പിന്തുണയുമായി എത്തിയവരും ചെറുതും വലുതുമായ തുകകൾ ശ്രീജിത്തിന് നൽകി. സമൂഹ മാധ്യമ കൂട്ടായ്മയിലൂടെ ഐക്യദാർഢ്യവുമായി എത്തിയവർ തന്നെ പിന്നീട് ശ്രീജിത്തിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നു. ഐക്യദാർഢ്യവുമായി എത്തിയ പെൺകുട്ടികൾക്ക് അസമയത്ത് ഫോണിലൂടെ അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്നും നിരാഹാര സമരം നടത്തുമ്പോഴും ശ്രീജിത്ത് നിശ്ചിത സമയത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു എന്നുമായിരുന്നു അവരുടെ ആരോപണം. ഇക്കാര്യം ആരോപിച്ചുകൊണ്ട് തൻ്റെ സമീപത്ത് വന്ന് ഫേസ്ബുക്ക് ലൈവ് ചെയ്ത സമൂഹ മാധ്യമ കൂട്ടായ്മയിലെ അംഗങ്ങളായ വിദ്യാർത്ഥികളെ ശ്രീജിത്ത് തെറി വിളിക്കുന്നത് വൈറലായിരുന്നു. പോലീസിലെ ഈ പറയുന്ന പോലീസിലെ നാറുകൾ തന്നെയല്ലേ CBIയിലുള്ള? എനിക്കറിയാമോ CBI അല്ല, അപ്പോൾ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് താങ്കൾ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സത്യാഗ്രഹം വരുന്നത്? എന്നെ ചോദ്യം ചെയ്യുകയാണ് നിങ്ങൾ. ചോദ്യം ചെയ്യല്ല. ഭരണ ഗവൺമെന്റിന്റെ വലിയ ദ്രോഹത്തിനിരയായി തെരുവിൽ കിടക്കുന്ന എന്നെന്താ നീ എന്താ ഇവിടെ ഇരിക്കുന്നതെന്നുള്ള രീതിയിലല്ല നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അല്ല, നിങ്ങൾ അതിനെ മറ്റൊരു രീതിയിൽ ചോദ്യം ചെയ്യുന്നു. എന്തോന്ന്? ഒരു പ്രശ്നമായിട്ട് കിടക്കുന്ന ആളുകളെ ദ്രോഹിക്കാൻ ശ്രമിക്കരുത്. എന്നെ ഈ വിഷയത്തിൽ എന്നെ ചീറ്റ് ചെയ്യുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും എല്ലാം ചെയ്ത് ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകരാണ്. ഈ വിഷയം മൊത്തം അട്ടിമറിച്ച് 2018 നമ്മളെ സഹായിക്കും പോലെ നിന്ന് നമ്മളെ ചീറ്റ് ചെയ്തു. 2019 ഈ കേസ് മൊത്തം അട്ടിമറിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് മാധ്യമ പ്രവർത്തകരെല്ലാം പുറകിലോട്ട് ആര് മാധ്യമ ഗൂഗിളിലുണ്ട്, ഗൂഗിളിൽ കിടപ്പുണ്ട്, തെളിവ് സഹിതം ഗൂഗിളിൽ കിടപ്പുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, താങ്കൾ കുറച്ച് വർഷങ്ങൾ ഇവിടെ താങ്കളുടെ എന്നെ വീട്ടിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയില്ല നിങ്ങളെല്ലാം. താങ്കളുടെ അനുജന്റെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് താങ്കൾ ഇവിടെ ആരോ അന്വേഷിക്കട്ടെ. CBI അല്ലെങ്കിൽ സംസ്ഥാന പോലീസോ CBIയോ അല്ലെങ്കിൽ കോടതി നേരിട്ട് അന്വേഷിക്കുക. സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ നേരിട്ട് അന്വേഷിക്കുക. ആരോ അന്വേഷിക്കട്ടെ. കൊലക്കേസിലെ പ്രതികളെല്ലാം അവരുടെ കൺമുന്നിലാണ്. പ്രതികളെന്ന് പറയുന്ന അവരെല്ലാം ഇവരുടെ കൺമുന്നിലാണ്. അത് പ്രതികൾ ഒളിവിലൊന്നുമല്ല, മാന്യന്മാരായിട്ട് പ്രമോഷനോട് കൂടി ഇപ്പോഴും ഇരിക്കുകയാണ് പ്രതികൾ. പ്രേക്ഷകർക്ക് കാര്യം മനസ്സിലാവണം, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പ്രേക്ഷകരെ ഇവിടെയുള്ള ജനങ്ങൾക്ക് നിലവിലെ വ്യവസ്ഥിതി സംബന്ധമായ പല യാഥാർത്ഥ്യങ്ങളും അവർക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരോ മറ്റോ വാർത്തയാക്കുന്ന കാര്യങ്ങളായിരിക്കും അവർക്കറിയാവുന്നത്. ഇവിടെ ഒരു വ്യവസ്ഥിതിയുമായി നേർക്കുനേരെ 7 വർഷമായിട്ട് നിൽക്കുകയാണ്. ഈ വ്യവസ്ഥിതിയുടെ തട്ടിപ്പും വെട്ടിപ്പും എല്ലാ നാറിത്തനങ്ങളും വ്യക്തമായിട്ട് അറിയാവുന്ന എനിക്കാണ്. ഈ വ്യവസ്ഥിതി എത്രത്തോളം ജനങ്ങളെ കബളിപ്പിക്കുന്നു. ഈ ജനാധിപത്യം എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഈ വ്യവസ്ഥിതി ഇവന്മാർ കൊള്ളയടിച്ചും കൊന്നും ഇവിടെയുള്ള ജനങ്ങളെ എത്രത്തോളം കബളിപ്പിക്കുന്നു. അവരുടെ ഈ തട്ടിപ്പിനും വെട്ടിപ്പിനും ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർ കൂട്ടിക്കൊടുപ്പ് നടത്തുന്നു. ശ്രീജിത്തിന്റെ ആദ്യത്തെ ആവശ്യം അനാവശ്യമല്ല, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ താങ്കളുടെ ആവശ്യം എന്തായിരുന്നു? CBIക്ക് വിടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് താങ്കൾ CBI അന്വേഷിക്കുക. ആരും അന്വേഷിക്കട്ടെ, സംസ്ഥാന പോലീസോ CBIയോ അല്ലെങ്കിൽ കോടതിയോ ആരോ അന്വേഷിക്കട്ടെ. ഈ സംഭവം നടന്നു, ഇതിൽ ഞാൻ പരാതിപ്പെടേണ്ട ആവശ്യമില്ല.
ഈ സംഭവം നിങ്ങൾ ആവശ്യമില്ലാതെ കണാകുണ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത്. CBI ആരും അന്വേഷിക്കട്ടെ, CBI അന്വേഷിക്കട്ടെ, അല്ലെങ്കിൽ സ്റ്റേറ്റ് പോലീസ് അന്വേഷിക്കട്ടെ, CBI അന്വേഷിക്കട്ടെ, അല്ലെങ്കിൽ കോടതികൾ. ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ എൻ്റെതായ രീതിയിൽ പരാതികൾ അയക്കുന്നുണ്ട്. ഇവിടെ ഇരുന്നു കൊണ്ട് കോടതിയിലോട്ടും അവിടെ ഇവിടെ ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പരാതികൾ അയക്കുന്നുണ്ട്. ഞാൻ അയക്കുന്ന 6-7 വർഷമായിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഞാൻ അയക്കുന്ന പരാതിയിൽ പോലും കോടതിക്ക് പോകണമെങ്കിൽ, സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ ഇതിൽ ഇടപെടാം. ഇവന്മാരെല്ലാം കൂടി ഒത്തുകളിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോലീസുകാർ സുപ്രീം കോടതിയെ വിലക്കെടുത്തു എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ എൻ്റെതായ രീതിയിൽ പരാതികൾ അയക്കുന്നുണ്ട്. ഇവിടെ മാധ്യമപ്രവർത്തകർ എന്താണ്, ഇവിടെയുള്ള പ്രമുഖരായ മാധ്യമപ്രവർത്തകർ ഇടപെട്ട് എന്താണ് സംഭവം എന്ന് ജനങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ നിയമപരമായിട്ട് നമുക്ക് കോടതിയിലും മറ്റും കാര്യങ്ങൾ എത്തിക്കാൻ ആരെങ്കിലും നമ്മളെ സഹായിക്കും. ചേട്ടാ, നിങ്ങൾ നിസ്സാരമായ ഒരു കാര്യമായിട്ട് നിങ്ങൾ ജനങ്ങളെ ധരിപ്പിക്കരുത്. എന്നെ നല്ല രീതിയിൽ ഇവിടെയുള്ള മാധ്യമപ്രവർത്തകർ പറ്റിക്കുകയും ഈ അനീതിക്കിരയായ എൻ്റെ മനോഭാവത്തെ ചൂഷണം ചെയ്ത് എന്നെ നല്ല രീതിയിൽ തട്ടിക്കളിക്കും. താങ്കൾ എന്താണ് വർഷങ്ങളായി തുടർന്നുകൊണ്ടിരുന്ന നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ച് താങ്കൾ വീട്ടിൽ പോയാടാ? എന്നെ കൊല്ലൂലടാ. എൻ്റെ സഹോദരനെ കൊന്നവന്മാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പറഞ്ഞ് നാളെ എൻ്റെ ജീവൻ എന്താണ് വില? നിങ്ങൾ പറ. എൻ്റെ സഹോദരനെ കൊന്നവർക്കെതിരെ ലോകം മൊത്തം അറിയാം, ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് മൊത്തം അറിയാം. ഞാൻ ഇവിടെ ഇരിക്കുന്നു, നാളെ എൻ്റെ വീട്ടിൽ പോയി നാളെ ഏതെങ്കിലും രീതിയിൽ ഒറ്റപ്പെടുന്ന സാഹചര്യം വന്ന് എന്നെ കൊല്ലൂലേ? അതാണ്ട് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്ത വാർത്ത 2010 സമരം 811 ദിവസമുള്ള സമയത്ത് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. അവൻ്റെ ജീവന് ഭീഷണി ഉള്ളത് കൊണ്ടാണ് അവൻ സമരം നിർത്താത്തതെന്ന് സമരം 811 കൊണ്ട് പൊങ്കാലിടുന്നതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ അമ്മ പൊങ്കാലിട്ട സമയത്ത് ഇവിടെ കേരള കൗമുദി റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. അവൻ്റെ ജീവന് ഭീഷണി ഉള്ളത് കൊണ്ടാണ് അവൻ സമരം നിർത്താതെ ഇവിടെ ഇരിക്കുന്നത് എന്ന് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. താങ്കൾ സമരം അവസാനിപ്പിച്ച് വീട്ടിൽ ചെന്നതിന് ശേഷം താങ്കൾക്ക് ഭീഷണി ഉണ്ടായോ? സമരം അവസാനിപ്പിച്ചില്ലല്ലോ. നിങ്ങൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയി, ഞാൻ 5 ദിവസം ആശുപത്രിയിലായിരുന്നു. നിങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാം കൂടി സമരം അവസാനിപ്പിച്ചതായിട്ട് കാണിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചല്ലേ? ഞാൻ സമരം 2010 മുന്നിൽ തുറന്നു പറഞ്ഞതാണ്. സമരം അവസാനിപ്പിച്ച് പോവുകയും താങ്കളുടെ ഓർമ്മയ്ക്കായി താങ്കളുടെ എനിക്ക് ശാരീരികമായ ബുദ്ധിമുട്ട് ഒരു പ്ലാവ് വെക്കുകയും ചെയ്തു. നിങ്ങൾ ജനങ്ങളെ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾ വേറെ പോലീസുകാർക്ക് കൂട്ടിക്കൊടുപ്പ് നടത്താൻ വേണ്ടിയാണ് ഇവിടെ വാർത്ത ചെയ്യുന്നത്. നിങ്ങൾ ചാനൽ കൊണ്ട് പോ. അതുപോലെ ഇവിടെ ഒരു പ്രശ്നമായിട്ട് കിടക്കുന്ന അവന്റെ പ്രശ്നം പരിഹരിക്കണമെന്നുള്ള രീതിയിൽ വാർത്തയാണ്, അല്ലാതെ അവന് വിഡ്ഢിയാക്കാൻ ചെയ്യുന്ന രീതിയിൽ കാര്യം. നിങ്ങൾ ഈ ക്യാമറ എടുത്ത് വെച്ച് എന്തിനാണ് ആളുകളെ വടിയാക്കാൻ വേണ്ടി? പാവങ്ങളെ ദ്രോഹിക്കാ പോടാ. അല്ല, താങ്കളെ കുറെ കോളേജ് വിദ്യാർത്ഥികൾ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കോളേജ് വിദ്യാർത്ഥികൾ ഇവിടെ വന്ന ആരാണ്? പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറിയെന്നും രാത്രി അശ്ലീല മെസ്സേജുകൾ അയച്ചെന്നും പറഞ്ഞിട്ട് വാർത്തയുണ്ട്. എന്നെ ചീറ്റ് ചെയ്യാനല്ല വന്നത്, എന്നെ നാറിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. നീ നിന്റെ സാമാനം കൊണ്ടുപോകും. സുഹൃത്തെ, താങ്കളെ ഞാൻ ഏത് പെണ്ണുങ്ങളെ നീ ഇവിടെ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമോ? നിങ്ങൾ തന്നെ ഇവിടെ കുറെ SFIയിലും DYFIയിലും ഒക്കെ ഉള്ള കുറെ പെമ്പിള്ള ഇപ്പൊ ഇവിടെ വന്ന് എന്നെ നാറ്റിക്കാൻ ശ്രമിക്കുകയാണ്. നീയൊക്കെ ഇവിടെ എടുത്തോണ്ട് ചാനലും കൊണ്ട്. അപ്പൊ താങ്കൾ എന്താണ് താങ്കളുടെ ഇപ്പോഴത്തെ ഉദ്ദേശം എന്താണ്? പോലീസുകാരെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണോ? എന്റെ ഉദ്ദേശമല്ല. ഇതിൽ ഞാൻ പരാതിപ്പെടാതെ തന്നെ നീ എന്നെ ഇവിടെ അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുന്ന എന്തിനടാ? നീ ഇങ്ങനെയുള്ള ആൾ കൂട്ടിക്കൊടുപ്പ് പരിപാടി നടത്തരുത്. നിങ്ങൾ ഇടപെട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് കാണുന്നവർക്ക് എതിരഭിപ്രായങ്ങൾ ഉണ്ടാക്കാം. 8 വർഷം മുൻപ് ശ്രീജിത്ത് സമരത്തിനെത്തിയപ്പോൾ അത് ആത്മാർത്ഥമായിട്ടായിരുന്നു. ശ്രീജിത്തിൻ്റെ ആവശ്യം അംഗീകരിക്കപ്പെട്ടു. അതോടെ സമരം അവസാനിപ്പിച്ച് മടങ്ങിയ ശ്രീജിത്ത് പിന്നീട് വീണ്ടും എത്തിയതിനെ എന്തു പറഞ്ഞ് ന്യായീകരിക്കും? ചിന്തിക്കേണ്ടത് പൊതുസമൂഹമാണ്. ചിന്തിക്കണം.